ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യല് നല്ല ചക്കയും ബീഫും ഉണ്ടാം. ചക്കയും ബീഫും കൂട്ടി ഒരു പിടുത്തം പിടിച്ച് നല്ല പോലെ ഫുഡ് അടിച്ച് ഒരു ഉറക്കത്തിന് അങ്ങോട്ട് കയറിയിട്ടാ. ഉറക്കം കഴിഞ്ഞപ്പോഴെങ്കിൽ ആദങ്കോട്ടന് ഒരേ ഒരു വാശി ഞാൻ തന്നെ എടുക്കണമെന്ന്. ചില ദിവസങ്ങളിൽ ആദങ്ങനെ വാശി പിടിക്കൂട്ടാ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നു. പാല് നമ്മുടെ വീട്ടിൽ എരുമയുള്ള കാരണം എരുമപ്പാല് കൊടുക്കുന്നുണ്ട്. ആ ചേട്ടൻ തന്നെയാണ് ഇറച്ചി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇറച്ചി വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത പരിപാടി ചായ വെക്കലാണ്. ചായ വെക്കൽ എന്ന് പറഞ്ഞാൽ വൺ ടാസ്ക് ഉണ്ടാവും. ഒരു 3-4 ചായ വെക്കണം. ഒരു കട്ടൻ ചായ, ഒരു പാൽ ചായ, പിന്നെ ഒരു പാല് കാച്ചിയത്, അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിയും. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാതിരുന്നപ്പോഴേക്കും ആദോ അമ്മാമ്മയും കൂടി ചെറിയൊരു തല്ലുണ്ടായി. അതിൻ്റെ പേരിൽ ആദം എൻ്റെ ചായ ഗ്ലാസ് തട്ടിക്കളഞ്ഞു കൂട്ടാ. ചായ ഗ്ലാസ് തട്ടിക്കളഞ്ഞ് ഞാൻ ഒരു ജെംസ് മിഠായി കൊടുത്ത് അവനെ ഒതുക്കിയിരുത്തിയതിന് ശേഷം അകത്ത് പോയി ചായ കുടിക്കായിരുന്നു. ചായക്ക് എന്ന് പറയുന്നത് കായ വറുത്തതുണ്ടായിരുന്നു, ചക്ക വറുത്തതുണ്ടായിരുന്നു, അതുപോലെ തന്നെ പച്ചക്കപ്പലണ്ടി വറുത്തതുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്താണ് കേട്ടോ. പച്ചക്കപ്പലണ്ടി നമ്മൾ വാങ്ങിയിട്ട് വറക്കാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദത്തിൻ്റെ കളി ടീംസ് വന്നു. ആദം കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എൻ്റെ പണികളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.